അസ്സലാമു അലൈക്കും. ഇസ്ലാമിക മാസങ്ങളിൽ ഏറ്റവും പുണ്യമുള്ള മാസമാണ് ദുൽഹിജ്ജ. പ്രത്യേകിച്ച് ഈ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ വളരെ മഹത്തേറിയ ദിവസമാണെന്ന് ഖുർആനിൽ പറയുന്നു. ഹിജ്റ കലണ്ടറിലെ 12ാമത്തെ മാസമാണ് ദുൽഹിജ്ജ മാസം. റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമുള്ളതാണ്. അതുപോലെ തന്നെയാണ് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം വളരെ പോരിശേറിയതാണ്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ ഹജ്ജിന്റെ കർമ്മം, ഉളുഹിയത്തിന്റെ കർമ്മം, ദിക്ർ, സ്വലാത്ത്, നോമ്പ്, ഉംറ, നിസ്കാരം, സ്വതക്ക, ഖുർആൻ പാരായണം എന്നിങ്ങനെ എല്ലാം കൂടി ചേർന്നതാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും ഒരുമിച്ച് ചെയ്യുന്നതാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10. റമളാനിലെ ലൈലത്തുൽ ഖദറിനെ പോലെയാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസം. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുൽഹിജ്ജ മാസം ആദ്യത്തെ 10 ദിവസം ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്താൽ 1000 ദിവസം ഇബാദത്ത് ചെയ്ത കൂലി അള്ളാഹു അവന് കൊടുക്കും. അള്ളാഹു ആദരിച്ച മാസമാണ് ദുൽഹിജ്ജ മാസം. ആ 10 ദിവസങ്ങളെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട സൽപ്രവർത്തികൾ ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ പ്രവർത്തികളാണ്. ഈ മഹത്തായ ദിവസങ്ങളിൽ നിസ്കാരം, ദുആ, ദിക്ർ, സദക്ക, നോമ്പ് എന്നിവയോടൊപ്പം ഖുർആൻ പാരായണത്തിനും വലിയ പ്രാധാന്യമുണ്ട്. ദുൽഹിജ്ജ മാസത്തിൽ കൂടുതലായി ഓതാൻ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സൂറത്തുകളുണ്ട്. 1. സൂറത്തുൽ ഫജ്ർ. ദുൽഹിജ്ജ മാസത്തിൽ ഒരാൾ സൂറത്തുൽ ഫജ്ർ ഓതിയാൽ അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമെന്ന് ഹദീസിൽ പറയുന്നു. അവന്റെ ദറജകൾ അള്ളാഹു ഉയർത്തുകയും ചെയ്യും. 2. സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിലെ ഏറ്റവും മഹത്തായ സൂറത്താണ് ഫാത്തിഹ. ഇത് എല്ലാ നിസ്കാരങ്ങളിലും ആവർത്തിച്ച് ഓതുന്നതിന്റെ കാരണം അതിൽ മുഴുവൻ ദീനിന്റെ സാരം അടങ്ങിയിരിക്കുന്നു. അള്ളാഹുവിനെ സ്തുതിക്കൽ, അള്ളാഹുവിൽ നിന്ന് മാത്രം സഹായം തേടൽ, ശരിയായ വഴിയിലേക്ക് ഹിദായത്ത് ചോദിക്കൽ. ദുൽഹിജ്ജയിൽ നമുക്ക് ജീവിതം തിരുത്താനുള്ള സമയം കൂടിയാണ്. അതിനാൽ ഫാത്തിഹയുടെ അർത്ഥം മനസ്സിലാക്കി ഓതണം. 3. സൂറത്തുൽ ഇഖ്ലാസ്. ഖുർആനിലെ തൗഹീദിന്റെ ഹൃദയമാണ് ഈ സൂറത്ത്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും ഓതണം. ഈ സൂറത്ത് ഓതിയാൽ ഖുർആനിന്റെ 1/3 ഭാഗം ഓതിയതിന്റെ പ്രതിഫലമുണ്ടെന്ന് ഹദീസുകളിൽ പറയുന്നു. അള്ളാഹുവിന്റെ ഏകത്വം പഠിപ്പിക്കുന്നു, ഈമാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ദുൽഹിജ്ജ മാസത്തിൽ ഒരാൾ 200 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവന് ദാരിദ്ര്യം ഉണ്ടാവില്ല, അവന് കടങ്ങൾ ഉണ്ടാവില്ല, പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അതുപോലെ എല്ലാ രോഗങ്ങളെയും തൊട്ട് അള്ളാഹു അവനെ കാക്കും. 4. സൂറത്ത് യാസീൻ. ഖുർആനിന്റെ ഹൃദയം എന്ന് അറിയപ്പെടുന്ന സൂറത്ത്. ദുൽഹിജ്ജ മാസത്തിൽ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്യണം. സൂറത്തുൽ യാസീൻ ഓതിയാൽ നമ്മുടെ ഹൃദയം ശാന്തി ലഭിക്കും, ആഖിറത്തിനെ ഓർമ്മിപ്പിക്കും, അള്ളാഹുവിന്റെ ശക്തിയെ ബോധ്യപ്പെടുത്തുന്നു. 5. സൂറത്തുൽ കഹഫ്. വെള്ളിയാഴ്ചകളിൽ പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാൻ പറഞ്ഞ സൂറത്താണിത്. ഈ സൂറത്ത് നമ്മുടെ ഈമാൻ സംരക്ഷിക്കും. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്നും ഹദീസുകളിൽ പറയുന്നു. 6. സൂറത്തുൽ ഹജ്ജ്. വളരെ പ്രതിഫലമുള്ള സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. ഈ സൂറത്ത് ദുൽഹിജ്ജ മാസത്തിൽ ഓതാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദുൽഹിജ്ജ മാസവുമായി നേരിട്ട് ബന്ധപ്പെട്ട സൂറത്താണിത്. ഇതിൽ ഹജ്ജിന്റെ മഹത്വം, തക്ബീർ എന്നിവയെപ്പറ്റി വിശദമായി പറയുന്നു. 7. സൂറത്തുൽ മുൽക്ക്. എല്ലാ ദിവസവും ഇശാ നിസ്കാരത്തിന് ശേഷം സൂറത്തുൽ മുൽക്ക് ഓതിയാൽ ഖബർ ശിക്ഷയിൽ നിന്ന് സംരക്ഷണം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദുൽഹിജ്ജയിൽ തൗബയും ആത്മപരിശോധനയും വർദ്ധിപ്പിക്കാൻ ഈ സൂറത്ത് നമ്മളെ സഹായിക്കും. 8. സൂറത്തുൽ ഫലക്ക്. 9. സൂറത്തുൻ നാസ്. ഈ 2 സൂറത്തുകൾ ഓതിയാൽ അള്ളാഹു നമ്മളെ ശൈത്താനിൽ നിന്ന് സംരക്ഷിക്കും. കണ്ണീറും അസൂയയും ഒഴിവാകും. നമ്മൾക്ക് ആത്മീയ സുരക്ഷ ഉണ്ടാവും. ദുൽഹിജ്ജയിൽ കൂടുതൽ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ശൈത്താന്റെ സാന്നിധ്യം കൂടും. അതിനാൽ രാവിലെയും വൈകുന്നേരവും ഈ 2 സൂറത്തുകൾ ഓതാൻ ശ്രദ്ധിക്കണം.
10 സൂറത്തുൽ ബക്കറ. വീട്ടിൽ ബർക്കത്ത് നൽകുന്ന മഹത്തായ സൂറത്താണ് സൂറത്തുൽ ബക്കറ. ഈ സൂറത്ത് ഓതുന്ന വീട്ടിൽ ശൈത്താൻ പ്രവേശിക്കില്ല എന്ന് ഹദീസുകളിൽ പറയുന്നു. ഇതിൽ ആയത്തുൽ കുർസിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദുആയും ഉൾപ്പെടുത്തുന്നു. ദുൽഹിജ്ജ മാസത്തിൽ ഖുർആൻ ഓതുന്നതിന് പുറമെ ദിക്റുകളും നമ്മൾ അധികരിപ്പിക്കണം. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന തക്ബീർ വർദ്ധിപ്പിക്കണം. ദുൽഹിജ്ജയുടെ പുണ്യ ദിവസങ്ങൾ വളരെ വേഗം കടന്നു പോകുന്ന അമൂല്യമായ അവസരങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഖുർആൻ പാരായണം, ദിക്ർ, ദുആ, തൗബ എന്നിവ വർദ്ധിപ്പിച്ച് അല്ലാഹുവിനോട് കൂടുതൽ അടുക്കാൻ നമ്മൾ ശ്രമിക്കണം. പ്രത്യേകിച്ച് ഖുർആനിലെ പ്രധാനപ്പെട്ട സൂറത്തുകൾ അർത്ഥം മനസ്സിലാക്കി ഓതുമ്പോൾ നമ്മുടെ ഈമാനും ശക്തമാകും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ത്യാഗപാഠം ജീവിതത്തിൽ നടപ്പാക്കാൻ ഈ മാസം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ പുണ്യമാസം വെറുതെ കളയാതെ ഖുർആൻ പാരായണം ശക്തമാക്കുക, തക്ബീർ വർദ്ധിപ്പിക്കുക, പാപങ്ങളെ തൊട്ട് അല്ലാഹുവിനോട് തൗബ ചെയ്യുക, നല്ല പ്രവർത്തികളിൽ മുന്നിട്ടിറങ്ങുക. അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകളും ദുആകളും സ്വീകരിക്കട്ടെ. ദുൽഹിജ്ജയുടെ ബർക്കത്ത് നമ്മുടെ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. ആമീൻ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.